ജൂലൈ 1-ാം തീയതി തിങ്കളാഴ്ച കേരളത്തിൻ്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ അവിസ്മരണീയമായ ഒരു ദിവസമായിരുന്നു. അന്നാണ് പുതിയ 4 വർഷ ബിരുദ കോഴ്സുകളുടെ ഉദ്ഘാടന കർമ്മം ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ ആർ ബിന്ദു ഓൺലൈനിൽ ക്ലാസ് വഴിക്ക് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ എല്ലാ സർക്കാർ കോളേജുകളിലും എയ്ഡഡ് കോളേജുകളിലും ഈ 4 വർഷ ബിരുദ കോഴ്സിൻ്റെ ഉദ്ഘാടനം മന്ത്രിയുടെ ഈ മഹത്തായ ഓൺലൈൻ ക്ലാസ് മുഖേന ആരംഭിക്കപ്പെട്ടു. 10ാം ക്ലാസ് പാസ്സായ കുട്ടികൾക്ക് എഴുതാനും വായിക്കാനും അറിയില്ല എന്ന് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പറഞ്ഞതിൻ്റെ ചൂടാറുന്നതിന് മുമ്പാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഇതുപോലെ വിപ്ലവകരമായ ഒരു തീരുമാനമെടുത്ത് അത് നടപ്പാക്കാൻ തീരുമാനിച്ചു. ഏതായാലും പരിപാടി അത് ഉജ്ജ്വലമായിട്ട് ആരംഭിച്ചു. മന്ത്രിയുടെ ഓൺലൈൻ ക്ലാസ് പൊടി പാറി എന്നാണ് അനുഭവസ്ഥരായിട്ടുള്ള ആളുകൾ പറഞ്ഞത്. ബിന്ദുവിനെ നമുക്കറിയാം, ഭരതനാട്യ കലാകാരിയാണ്, ഉജ്ജ്വല വാഗ്മിയാണ്. തൃശ്ശൂർ കേരളവർമ്മ കോളേജിൽ വളരെയധികം കാലം ഇംഗ്ലീഷ് പഠിപ്പിച്ച അധ്യാപികയാണ്. വൈസ് പ്രിൻസിപ്പളായിരുന്നു, പ്രിൻസിപ്പളുടെ ചുമതല വഹിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രാഷ്ട്രീയത്തിൻ്റെ വിളിയുണ്ടായി. ആദ്യം തൃശ്ശൂർ നഗരസഭ മേയറായിരുന്നു. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ മത്സരിച്ച് വലിയ ഭൂരിപക്ഷത്തോട് ജയിച്ച് കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ചൂക്കാൻ പിടിക്കുന്ന ചുമതല ഏറ്റെടുത്തു. അപ്പോൾ ബിന്ദുവിൻ്റെ ഭരണം 3 വർഷം പൂർത്തീകരിക്കുന്ന സമയത്താണ് ഈ 4 വർഷ കോഴ്സ് ആരംഭിക്കുന്നത്. ഇനി വല്ല ക്വിസ് കോമ്പറ്റീഷനൊക്കെ പോകുമ്പോൾ ചോദിക്കും, കേരളത്തിൽ 4 വർഷ ബിരുദ കോഴ്സുകൾ ആരംഭിച്ചത് ആരും ഭരിക്കുന്ന സമയത്താണ്. അപ്പോൾ ചാടി എഴുന്നേറ്റ് ഉത്തരം പറയാം, പ്രൊഫസർ ബിന്ദു, ഡോക്ടർ ബിന്ദു എന്ന് പറഞ്ഞാൽ തെറ്റില്ല, 10ൽ 10 മാർക്കും കിട്ടും. അങ്ങനെ ചരിത്രപരമായ ഒരു സംഭവം നടക്കുമ്പോൾ അങ്ങകലെ കൊയിലാണ്ടിയിൽ ഗുരുദേവ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് എന്നൊരു സ്ഥാപനമുണ്ട്. ഞാൻ മനസ്സിലാക്കിയിടുന്നു, അത് SNDP യോഗത്തിൻ്റെ ഉടമസ്ഥയിലും നിയന്ത്രണത്തിലും ഉള്ളതാണ്. സാംസ്കാരിക നായകനായിരിക്കുന്ന നവോത്ഥാന നായകനായ നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ തിരുമനസിൻ്റെ ഉടമസ്ഥയിലുള്ളതാണ് ഈ സ്ഥാപനം. അവിടെ SFIക്കാരെ നമുക്കറിയാം, കേരളത്തിൻ്റെ വിപ്ലവകരമായ വിദ്യാഭ്യാസ പുരോഗതിക്ക് വലിയ സംഭാവന അർപ്പിച്ചിട്ടുള്ള മഹാസംഘടനയാണ്, ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടനയാണ്. വലിയ വലിയ ആൾക്കാരൊക്കെയാണ് ഈ സംഘടനയെ നയിച്ചിട്ടുള്ള G. സുധാകരൻ, തോമസ് ഐസക്, അതുപോലെ AK ബാലൻ, കോടിയേരി ബാലകൃഷ്ണൻ, പിന്നീട് മത്തായി ചാക്കോ, CP ജോൺ, സുരേഷ് കുറുപ്പ്, മത്തായി ചാക്കോ, ജെയിംസ് മാത്യു, അങ്ങനെ സഖാവ് ആർഷോയിലെത്തി നിൽക്കുകയാണ്. അതിനിടയ്ക്ക് സിന്ധു ജോയി ഉണ്ടായിരുന്നു, സ്വരാജ് ഉണ്ടായിരുന്നു, നമ്മുടെ ഡബിളെ റഹീം ഉണ്ടായിരുന്നു, അതുപോലെ AN ഷംസീർ ഉണ്ടായിരുന്നു, PM മുഹമ്മദ് റിയാസ്, അങ്ങനെ ഒരുപാട് പ്രതിഭകൾ നയിച്ച ഈ സംഘടനയുണ്ട്. JC തോമസിനെ ഞാൻ മറന്നുപോയെന്ന് വിചാരിക്കരുത്, അദ്ദേഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ ആർഷോയിലെത്തി നിൽക്കുകയാണ്. ആർഷോയിലും അനുസയിലും എത്തി നിൽക്കുന്ന ഈ മഹാസംഘടന, വിപ്ലവ മഹാവിദ്യാർത്ഥി സംഘടന, ആ സംഘടനയുടെ പ്രവർത്തകർ ഒരു ഹെൽപ്പ് ഡെസ്ക് അഥവാ സഹായ മേശ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? കോളേജിൽ അഡ്മിഷൻ വന്നിരിക്കുന്ന കുട്ടികളെ സഹായിക്കാൻ വേണ്ടി. അത് കോളേജിൻ്റെ ഗേറ്റിലാണ് അങ്ങനെ ഒരു മേശ ഇടാവുന്നത്, പക്ഷേ ഇട്ടില്ല. അവർ പറഞ്ഞ പ്രിൻസിപ്പളിൻ്റെ ആഫീസിന് മുമ്പിൽ ഒരു മേശ ഇടണം. ആ മേശയിൽ ഇരുന്നിട്ട് ഇവർ നിയന്ത്രിക്കും. ഈ വരുന്ന കുട്ടികൾക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കും. ആ വരുന്ന കുട്ടികൾക്ക് അപ്പം തന്നെ SFIയുടെ ഒരു മെമ്പർഷിപ്പ് കയറി കൊടുക്കും, അതിൻ്റെ പൈസയും മേടിക്കും. പൈസ മേടിച്ച് റെസീറ്റ് കയറി കൊടുക്കാൻ വേണ്ടിയാണ് ഈ ഹെൽപ്പ് ഡെസ്ക്. അല്ലാണ്ട് കോളേജിലെ കാര്യങ്ങൾ ചെയ്യാൻ ഇവർക്ക് എന്താ കാര്യം? അതിന് കോളേജിൽ പ്രിൻസിപ്പളുണ്ട്, മറ്റ് അധ്യാപകരുണ്ട്, അനധ്യാപകരുണ്ട്, മറ്റ് സൗകര്യങ്ങളുണ്ട്, സംവിധാനങ്ങളുണ്ട്. എത്തപ്പൈക്കാരുടെ യാതൊരു ആവശ്യമില്ല. എത്തപ്പയുടെ ഹെൽപ്പെന്ന് വെച്ചാൽ വരുന്ന കുട്ടികളുടെ കുത്തിന് പിടിച്ചിട്ട് എത്തപ്പയുടെ മെമ്പർഷിപ്പ് കയറി കൊടുക്കുക. അത് എടുക്കാൻ വിസമ്മതിക്കുന്നവർക്ക് മുഖത്ത് ഓരോ വീക്ക് കൊടുക്കുക. ഇതാണ് ഹെൽപ്പ്. ഇതിന് നമ്മൾ ഹെൽപ്പ് ഡെസ്ക്, അവർ ഹെൽപ്പ് ഡെസ്ക് എന്ന് പറയും. നമുക്ക് വേറെ വല്ല വാക്കും വേണ്ടി പറയാവുന്നതാണ്, പക്ഷേ ഇവർ പറയരുതെന്ന് മാത്രം. ഏതായാലും ഹെൽപ്പ് ഡെസ്ക് തുടങ്ങുന്നതിന് പ്രിൻസിപ്പൾ അത്ര സഹായകരമായ നിലപാട് സ്വീകരിച്ചില്ല. പുള്ളി പറഞ്ഞു കോളേജിൻ്റെ ഗേറ്റിൽ വേണമെങ്കിൽ നടത്താം, അല്ലെങ്കിൽ പുറത്ത് വേറെ എവിടെയെങ്കിലും നടത്താം. പക്ഷേ ഇത് പറഞ്ഞപ്പോഴത്തേക്കും എത്തപ്പയുടെ ഈ കോളേജിലെ വിദ്യാർത്ഥികൾ മാത്രമല്ല, പുറമേ നിന്നുള്ള എത്തപ്പൈക്കാർ പറഞ്ഞു. ആ കൊയിലാണ്ടി ചാന്തയിൽ നിന്നുള്ള എത്തപ്പൈ നേതാക്കന്മാർ, CITUകാരാണൊന്നും അറിയില്ല, അവർ വന്ന് പ്രിൻസിപ്പളിനെ ഭീഷണിപ്പെടുത്തുകയും കയ്യേറ്റം ചെയ്യും. പുള്ളിയുടെ കരക്കുറ്റിക്ക് ഒരു അടി കൊടുക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ച് തിരിച്ചു എന്നാണ് പറയുന്നത്. ഏതായാലും കാല് തല്ലി ഓടിക്കാൻ തീരുമാനിച്ചില്ല. രമേശൻ എന്നൊരു അധ്യാപകൻ അതിനിടയ്ക്ക് ഇടപെട്ടു. അയാൾക്കിട്ടും പൊതിരെ തല്ലി കിട്ടി. അപ്പോൾ അത് സത്യത്തിൽ സഖാക്കളെ വല്ലാതെ പ്രകോപിപ്പിച്ചു. അവിടുത്തെ എത്തപ്പയുടെ യൂണിറ്റ് പ്രസിഡൻറ്റ് എന്ന് പറയുന്ന മഹാൻ പ്രിൻസിപ്പളെ അടിച്ച് കരണം പൊട്ടിച്ചു. അദ്ദേഹത്തിൻ്റെ ഇയർ ഡ്രമ്മിന് തകരാറ് പറ്റിയെന്ന് പറഞ്ഞ് മെഡിക്കൽ കോളേജിൽ പോയി ചികിത്സ തേടി. വീണ ജോർജാണല്ലോ ആരോഗ്യമന്ത്രി. അതിൽ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ ഇദ്ദേഹത്തെ ഭയഭക്തി ബഹുമാനപൂർവ്വം സ്വീകരിച്ചു. അദ്ദേഹം പറഞ്ഞ രീതിയിലുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എഴുതി കൊടുത്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
അപ്പോഴത്തേക്കും ഇത് ചർച്ചാ വിഷയമായി. പിറ്റേ ദിവസം SFIക്കാർ ഈ കോളേജിലേക്ക് അതിഗംഭീരമായ ഒരു മാർച്ച്, പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ആ മാർച്ചിൽ ഒരു ധീര സഖാവ് പ്രസംഗിക്കുന്ന ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടു കാണും. കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ചെറിയൊരു ഭാഗം ഇവിടെ കാണിക്കുകയാണ്. ഈ അധ്യാപകൻ രണ്ട് കാലില് ഈ അധ്യാപകനോടുത്ത് ഈ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിനകത്തേക്ക് കയറുവല എന്ന് പറയുന്നത് SFI ആണ്. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യാനുള്ള കഴിവും ഈ സംഘടനയ്ക്കുണ്ട് എന്ന് മനസ്സിലാക്കി പോകണം. അപ്പോൾ ഈ സഖാവ് ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ അദ്ദേഹം എത്തപ്പയുടെ ഏരിയ പ്രസിഡൻറ്റോ പ്രധാനമന്ത്രിയോ അങ്ങനെ ഏതാണ്ടാണ്. ഇദ്ദേഹത്തിൻ്റെ പേര് നവതേജ് എന്നാണ്. ഇദ്ദേഹത്തിന് ശേഷം പ്രസംഗിച്ച സഖാവ് മോശമല്ല, അത് DYFIയുടെ ഒരു കോൺസാണ്ടറാണ്. അദ്ദേഹം പറഞ്ഞ പ്രിൻസിപ്പളുടെ നെഞ്ചത്ത് തീ കൂട്ടിയിട്ട് കത്തിക്കാനും ഞങ്ങൾ മടിക്കുകയില്ല എന്നാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എത്തപ്പയുടെ ഒരു നിലവാരം. എത്തപ്പയ്ക്കാർ വിചാരിച്ചാൽ ഇങ്ങനെ പലതും ചെയ്യാൻ പറ്റും. പോലീസുകാർ കാവൽ നിൽക്കുമ്പോഴാണ് ഈ പ്രസംഗം നടത്തിയത്. ഈ പ്രസംഗകനെ അതോടെ അഖില കേരള പ്രസിദ്ധനായിരുന്നില്ല, അഖില ലോക പ്രസിദ്ധനായി. ഇദ്ദേഹത്തിൻ്റെ ഈ പ്രസംഗം കേരളത്തിലുള്ള എല്ലാ ടെലിവിഷൻ ചാനലുകാരും കാണിച്ചു. 2 ദിവസം കഴിയുമ്പോൾ അത് CNN-ലും BBC-ലും ഒക്കെ വരും. ഒരു സംശയവും വേണ്ട. ഇവിടെ പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലും ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലും കൊളംബിയ യൂണിവേഴ്സിറ്റിയിലുമൊക്കെ ഹമാസ് അനുകൂല വിദ്യാർത്ഥി സംഘടനകൾ ഇസ്രായേലിനെതിരായിട്ട് വലിയ വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്ന സമയത്താണ് ഇവിടെ എത്തപ്പൈക്കാർ ഇങ്ങനെ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചത്. അതിനോടൊക്കെ കിടപിടിക്കുന്ന ഒരു കലാപരിപാടി തന്നെയാണ് ഇവിടെ നടന്നിട്ടുള്ളതെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഏതായാലും ഇതുപോലുള്ള സഖാക്കന്മാരുള്ളിടത്തോളം കാലം കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം വളരെ ശോഭനമായിരിക്കും. പിന്നെ വിദ്യാഭ്യാസ പുരോഗതിയും വ്യക്തമാകും. പ്രിൻസിപ്പൾ മാതൃഭൂമി പത്രത്തിന് കൊടുത്തൊരു ഇൻ്റർവ്യൂ ഞാൻ വായിച്ചു. അദ്ദേഹം പറയുന്നത് ഇത്രയും ലഹളയും ബഹളമുള്ള കോളേജിൽ ജീവന കൊതിയുള്ള ഏതെങ്കിലും കുട്ടികൾ വന്ന് ചേരുമോ? എന്തെങ്കിലും മാർഗമുള്ള കുട്ടികൾ ഇവിടേക്ക് വരുമോ? ഇല്ല, ഒരിക്കലും വരില്ല. അവർ ദേവഗിരി കോളേജിൽ പോയി ചേരും. അതിലും കുറച്ച് മാർക്കുള്ളവർ മലബാർ ക്രിസ്ത്യൻ കോളേജിൽ ചേരും. അതിലും മാർക്ക് കുറഞ്ഞവർ ഗുരുവായൂരപ്പൻ കോളേജിൽ പോകും. ആരും ഈ കൊയിലാണ്ടി കോളേജിലേക്ക് വരികയില്ല, ഒരു സംശയവും വേണ്ട. ഇനി മടപ്പള്ളി കോളേജിൽ പോകുന്നവർ പോലും കൊയിലാണ്ടിക്ക് വരണ്ട എന്ന് തീരുമാനിക്കും. അങ്ങനെ ഈ SNDPയുടെ നേതൃത്വത്തിലുള്ള ഈ ഗുരുദേവ കോളേജ് വളരെ ഗംഭീരമായ ഒരു ഉന്നത വിദ്യാഭ്യാസ നിലവാരം കൈവരിക്കുമെന്ന കാര്യത്തിൽ ആരും സംശയവും വേണ്ട. ക്രിസ്ത്യൻ പള്ളിക്കാർ നടത്തുന്ന കോളേജിൽ പോയിട്ട് ഇവർ ഇതുപോലത്തെ കലാപരിപാടിയും നടത്തിയില്ല. കാരണം പിറ്റേ ദിവസം സസ്പെൻഷൻ ഓർഡർ അടിച്ച് കൈ കൊടുക്കും. അതിൻ്റെ പിറ്റേ ദിവസം TC എഴുതി കയ്യിൽ കൊടുക്കും, പുകളം പറയും. അതുകൊണ്ട് ഇതുപോലുള്ള സ്ഥലത്തേ നടക്കുള്ളൂ. ഒന്നുകിൽ ഗവൺമെൻറ് കോളേജിൽ, അല്ലെങ്കിൽ ഹിന്ദു മാനേജ്മെൻറ്റിൽ, അതുമല്ലെങ്കിൽ മുസ്ലിം മാനേജ്മെൻറ്റുള്ള കോളേജിൽ ഇതുപോലുള്ള ഗുണ്ടായുസമൊക്കെ നടക്കും. ഏതായാലും സഖാവ് ഇതോടെ പ്രസിദ്ധനായി. മണിയാശാൻ്റെയൊക്കെ ഒരു പിൻഗാമി, ആർഷോയുടെ അത്യുത്തമ പിൻഗാമി ആര് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമായി. അങ്ങനെ സഖാക്കന്മാർ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കും. ഇത് പറയുന്ന സമയത്ത് തിരുവനന്തപുരത്ത് വേറൊരു സംഭവം നടക്കുന്നുണ്ട്. എന്തറിയോ? മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി കൂടിയിട്ട് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പരാജയം ഉണ്ടായെന്നുള്ള കാര്യം കൂലങ്കഷമായിട്ട് പഠിക്കുകയാണ്. കോഴിക്കോട് ജില്ലാ കമ്മിറ്റി പഠിച്ചു കഴിഞ്ഞു, കണ്ണൂർ ജില്ലാ കമ്മിറ്റി പഠിച്ചു കഴിഞ്ഞു. തിരുവനന്തപുരത്തെ പഠനത്തിൽ വന്ന ഒരു കാര്യം മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യം മാത്രമല്ല, സഖാവ് ആര്യ രാജേന്ദ്രൻ അവരുടെ ഭർത്താവ് കോഴിക്കോട് ജില്ലക്കാരനാണ്. ആ സഖാവ് സച്ചിൻ ദേവും തിരുവനന്തപുരത്ത് നടത്തിയ പ്രകടനം അത് പാർട്ടിക്കാരെക്കുറിച്ചും ഇടതുപക്ഷ സർക്കാരിനെക്കുറിച്ചുമൊക്കെ വലിയ അവമതിപ്പുണ്ടായി എന്നാണ്. അതുകൊണ്ടൊക്കെയാണ് ജനങ്ങളെതിരായിട്ട് വോട്ട് ചെയ്തത്. എത്തപ്പൈക്കാരുടെ ഗംഭീരമായ പ്രകടനങ്ങൾ തിരുവനന്തപുരത്തേക്ക് കണ്ടതാണല്ലോ. തിരുവനന്തപുരം നഗരമണ്ഡലത്തിൽ എങ്ങനെയാണ് സഖാവ് പന്ന്യൻ രവീന്ദ്രൻ 3-ാം സ്ഥാനത്തായി പോയെന്ന് വെച്ചാൽ ആർഷോയുടെ വലിയ വലിയ വിപ്ലവങ്ങളൊക്കെ കണ്ട സ്ഥലമാണ്. ഗവർണറുടെ കാറ് തടയുക, ഔദ്യോഗിക വാഹനത്തിന് വടികൊണ്ടടിക്കുക, അതിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആളുകൾക്ക് ജയിലിൻ്റെ കവാടത്തിൽ സ്വീകരണം കൊടുക്കുക, ഇതൊക്കെ കാണുന്നവരാണ്. പിന്നെ സഖാവ് ഡബിളെ റഹീമിൻ്റെ ഗംഭീരമായ പത്രസമ്മേളനം അത് കണ്ടവരെല്ലാവരും ക്യൂ നിന്നിട്ട് ശശി തരൂരിന് വോട്ട് ചെയ്തു, അല്ലാതെ ഒരു രാജീവ് ചന്ദ്രശേഖരന് വോട്ട് ചെയ്തു. ഇത് തന്നെയാണ് തൊട്ടടുത്ത ആറ്റിങ്ങൽ മണ്ഡലത്തിൽ സംഭവിച്ചത്. അവിടെ ഈ BJP സ്ഥാനാർത്ഥി LDF സ്ഥാനാർത്ഥി തമ്മിൽ നിസ്സാര വ്യത്യാസമുള്ളൂ. അങ്ങനെ ഒരു റിസൾട്ട് ഉണ്ടായത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എത്തപ്പൈക്കാർ നടത്തുന്ന ഇങ്ങനെയുള്ള കലാപരിപാടികൾ കൊണ്ടുകൂടിയാണ്. പിന്നെ DYFIക്കാരുടെ ജീവൻ രക്ഷാപ്രവർത്തനമുണ്ട്. പിന്നെ മുഖ്യമന്ത്രിയുടെയും മരുമോൻ്റെയും ഗംഭീരമായ ഭരണം, ഇതെല്ലാം കൊണ്ടാണ് തോറ്റത്. അപ്പോൾ ഇതുപോലൊരു റിസൾട്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയെടുക്കണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് എത്തപ്പൈക്കാർ ഇപ്പോൾ റോട്ടിലിറങ്ങി നടക്കുന്നത്. പാർട്ടി നയപരിപാടികൾ തിരുത്തും എന്നാണ് ഗോവിന്ദ മാഷ് പറഞ്ഞത്. തിരുത്തുന്ന രീതിയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇതുപോലെയൊക്കെ തിരുത്തിയാൽ വളരെ രസമായിരിക്കും. പശ്ചിമ ബംഗാളിലും ത്രിപുരയിലൊക്കെ ഈ രീതിയിൽ തന്നെയാണ് തിരുത്തിയത്. അവിടെയും എത്തപ്പൈക്കാരുണ്ടായിരുന്നു, അവിടെയും DYFIക്കാരുണ്ടായിരുന്നു. അതിൻ്റെ ഫലം ഇന്നിപ്പോൾ ആ സംസ്ഥാനങ്ങളിൽ കാണുന്നുണ്ട്.
അപ്പോൾ ഇത് കേരളത്തിലും ഇനി അജരേണം നടപ്പാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു, ഇത് പറയുന്ന സമയത്ത് ഈ എത്തപ്പൈക്കാർ കൊയിലാണ്ടി സമരം നടത്തുന്ന സമയത്ത് ഞാൻ എൻ്റെ കണ്ട ഒരു കാഴ്ച മഹാരാജ് കോളേജിൻ്റെ പഠിക്കൽ. ഇന്നലെ സഖാവ് അഭിമന്യുവിൻ്റെ 6ാം ചരമവാർഷികമായിരുന്നു. ആർക്ക് പോയി? അഭിമന്യുവിൻ്റെ അച്ഛനും അമ്മയ്ക്കും പോയി. എത്തപ്പൈക്കാർക്ക് എന്ത് പറ്റി? ഒന്നും പറ്റിയില്ല. അത് മാത്രമല്ല, ഒരു രക്തസാക്ഷിയെ ചുളിവിൽ കിട്ടി. പാർട്ടിക്കാർക്ക് എന്ത് കിട്ടി? വലിയ തോതിൽ ഫണ്ട് പിരിക്കാൻ പറ്റി, ഒരു കെട്ടിടം പണിയാൻ പറ്റി. പുട്ടടിക്കാൻ വല്ലതും കിട്ടുമെന്ന് നമുക്കറിയില്ല, പുട്ടടിച്ചോന്നും അറിയില്ല. അപ്പോൾ ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എത്തപ്പൈ എന്ന് പറഞ്ഞ സംഘടന കൊണ്ട് നാടിനുള്ളൊരു ഗുണം ഇതാണ്, രാജ്യത്തിനുള്ള ഒരു നേട്ടം ഇതാണ്. ഇതുപോലെയുള്ള ഈ കുട്ടിക്കുരങ്ങന്മാരും അതിനെ കൊണ്ട് ചുടിയോറ് വാദിക്കാൻ കുറേ മൊച്ചക്കുരങ്ങന്മാരും ഈ നാട്ടിലുണ്ട്. അവരുടെ വയറ്റിപ്പഴപ്പ് നടക്കും. ഇതുപോലെ കുറേ തലതെറിഞ്ഞ ചെക്കന്മാർ ഈ മാഷന്മാരുടെ തന്തയ്ക്ക് വിളിച്ച് നേതാക്കന്മാരായിക്കളയാം എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഡബിൾ എ റഹീമിനെ പോലുള്ള നേതാക്കന്മാരുണ്ടാകുന്നത്, ജെയ്ക് സി തോമസിനെ പോലുള്ള പ്രതിഭകളുണ്ടാകുന്നത്. അങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ മകളെ 2ാം കെട്ട് കെട്ടിയ മുഹമ്മദ് റിയാസിനെ പോലുള്ള ഭരണകർത്താക്കളുണ്ടാകുന്നത്. അങ്ങനെയാണ് ഈ സഭാനാഥനായിരിക്കുന്ന ഷംസീറിനെ പോലുള്ള പ്രതിഭകളെ നമുക്ക് കിട്ടിയത്. ഇതൊക്കെ സഹിച്ചാൽ മതിയാവും, സഹിക്കല്ലാതെ വേറെ യാതൊരു രക്ഷയില്ല. പണ്ട് ജോസഫയും പറഞ്ഞ പോലെ അനുഭവിച്ചു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അനുഭവിച്ചു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ